സർ, നമുക്കിന്ന് കത്ത് വന്നിരിക്കുന്നത് രഘുനാഥ് ആറ്റിങ്ങിൽ നിന്നാണ്. 7.5 സെൻറ്റ് സ്ഥലം വാങ്ങി വീട് വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ ഓൾറെഡി സ്ഥലം മേടിച്ചു. അപ്പം അതിൻ്റെ പ്ലാൻ ഇതിനോടൊപ്പം തരുന്നുണ്ട്. സാർ ഒന്ന് നോക്കി അതൊന്ന് വിലയിരുത്തണമെന്നാണ്. നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ സ്റ്റെയർ കേസ് മിക്കവാറും എല്ലാവരും ഒരു നിലയോടെ ചെയ്യുന്നുണ്ട്. സ്റ്റെയർ കേസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പക്ഷേ നമ്മളൊരു മെയിൻ വാതിലെടുത്താൽ ആ വാതിലിന് നേരെ മുന്നിലായിട്ട് നേരെ ചവിട്ടിക്കിടന്ന രീതിയിൽ സ്റ്റെയർ കേസ് വരാൻ പാടില്ല എന്ന് പറയും. നേരെ അങ്ങനെ നമ്മൾ സ്റ്റെയർ കേസ് വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനകത്ത് താമസിക്കുന്നത്, ഇപ്പം 4 പേര് താമസിക്കുന്നുണ്ടെങ്കിൽ 4 പേർക്ക് ഒരുപോലെ വരണമെന്നില്ല. ആർക്കെങ്കിലുമൊക്കെ ഒരു ഹൈപ്പർ ടെൻഷനും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വീട്ടിൽ 5 പേര് താമസിക്കുന്നുണ്ടെങ്കിൽ 5 പേർക്കും വരണമെന്നില്ല. ഏതെങ്കിലും ബലഹീനതയായിരിക്കും പിടിക്കണം. ഒന്നുകിൽ ജാതകത്തിൽ മോശമായുള്ള സമയം, അല്ലെങ്കിൽ ജാതകത്തിൽ വളരെ വ്യാഴമൊക്കെ മോശം നിൽക്കുന്ന സമയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെ ബാധിക്കും. ചന്ദ്രനൊന്നും ബലമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് താമസിക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഒരു ഹൈപ്പർ ടെൻഷനോ ഒരു സ്ട്രെസ്സും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ മെയിൻ വാതിൽ മുന്നിലായിട്ട് നേരെ ചവിട്ടിക്കിടുന്ന രീതിയിൽ സ്റ്റെയർ കേസ് കൊടുക്കാറില്ല. ക്രോസ് ചെയ്യുന്ന രീതിയിലുള്ളതാണെങ്കിൽ അത്രയും പ്രശ്നമില്ല. നേരെ ചവിട്ടിക്കിടുന്ന രീതിയിൽ കൊടുക്കാറില്ല. അതുപോലെയാണ് വീടിൻ്റെ വെളിവശം. അവിടെ കിഴക്കുകിഴക്ക് ഭാഗത്തായിട്ട് നമ്മൾ നേരെ പടിഞ്ഞാറോട്ട് കയറത്തേക്കാണ് സ്റ്റെയർ കേസ് കൊടുക്കാറില്ല. വീടിൻ്റെ മേളിലല്ല, താഴത്തേക്ക്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ഇതിനകത്തും മെയിൻ വാതിലിന് നേരെ മുന്നിലായിട്ടൊരു സ്റ്റെയർ കേസ് കൊടുത്തുകൊണ്ട് ആ സ്റ്റെയർ കേസ് അവിടെ നിന്ന് ഒഴിവാക്കി സൗത്ത് ഭാഗത്തായിട്ട് ക്ലോക്ക് വൈസിൽ സ്ഥാപിക്കുകയാണെങ്കിൽ ആ ദോഷങ്ങളും മാറിക്കിട്ടും. അതുപോലെ തന്നെ ഇതിനകത്ത് എപ്പോഴും നമ്മുടെ കിഴക്കുകിഴക്ക് ഭാഗം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും പറയാനുള്ളത്. ഇതിൻ്റെ കാർ പോർച്ച് കൊടുത്തിരിക്കുന്ന കിഴക്കുകിഴക്ക് ഭാഗത്താണ്. കിഴക്കുകിഴക്ക് ഭാഗത്ത് 2 തൂണ് കൊടുത്ത് കാർ പോർച്ച് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഇവർ ചെയ്തിരിക്കുന്നത് ഇവരുടെ ബേസിക് ഫൗണ്ടേഷൻ കട്ട് ചെയ്തിട്ട് വീടിനകത്തോട്ട് കാർ കിടക്കത്തക്കവണ്ണം തൂണ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ആ കിഴക്കുകിഴക്ക് ഭാഗം അവിടെ മിസ്സിങ് കോൺട്രാക്റ്റ് വരും. അപ്പോൾ അത് ഇവരുടെ ടോട്ടലിയുള്ള ഇമ്പ്രൂവ്മെൻറ്റിനെയൊക്കെ ബാധിക്കും. അത് തന്നെയല്ല, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ദാമ്പത്യത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഫാമിലി ഇഷ്യൂസുകളോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കങ്ങളോ അല്ലെങ്കിൽ അതിലാർക്കെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാനോ ഒക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അതല്ല, വീടിനകത്തോട് ഒരു ഐശ്വര്യം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് കാർ പോർച്ച് ഒഴിവാക്കി ആ ഭാഗം സ്ക്വയർ ചെയ്ത ശേഷം അവിടെ ഒരു ബെഡ്റൂം കൂടെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് താഴെ 3 ബെഡ്റൂമും കിട്ടും. ഈ നെഗറ്റീവ് മാറി കിട്ടുകയും ചെയ്യും. ഇവർക്ക് കാർ പോർച്ച് വേണമെന്നുണ്ടെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു ഷെഡൊക്കെ അടിച്ചോ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കിച്ചണിൻ്റെ സ്ഥാനം ആക്ച്വലി ഇവർ സൗത്ത് ഈസ്റ്റിൽ കിച്ചൺ ചെയ്യുന്നതാണ് നല്ലത്. തെക്കിഴക്ക് ഭാഗത്തായിട്ട് കിച്ചൺ ചെയ്യുന്നത് ദോഷമൊന്നുമില്ല. തെക്ക് ചേരൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെയല്ല, കിച്ചൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് ചുറ്റളവിനത് തെറ്റാണ്. കിച്ചൺ കൃത്യമായിട്ടുള്ള അളവിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് തന്നെയല്ല, ബെഡ്റൂമിൻ്റെ അളവിനേക്കാൾ കൂടുതൽ വലിപ്പത്തിൽ കിച്ചൺ വരാൻ പാടില്ല. മാസ്റ്റർ ബെഡ്റൂമിനേക്കാൾ ചെറുതായിരിക്കണം കിച്ചൺ. ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ വീടിൻ്റെ മുകൾ നിലയിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇവർ ഒഴിച്ചിട്ടിരിക്കുകയാണ്. കാരണം നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ആളോ ജോലി ചെയ്യുന്ന ആളൊക്കെ ആണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മുകൾ നിലയിൽ ഒരു മുറിയൂടെ ഉണ്ടെങ്കിൽ അത്രയും ബെറ്ററാണ്. മറ്റൊന്നും കൊണ്ടല്ല, അവിടെ കുറച്ചുകൂടി വെയിറ്റ് വരുന്നത് നല്ലതാണ്. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം ഒരു ബെഡ്റൂമുണ്ട്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോട്ടൊരു ബെഡ്റൂം ആക്കിയിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗം വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ബ്ലാങ്കായിട്ട് ഇടുവോ അല്ലെങ്കിൽ ചെറിയൊരു സിറ്റ് ഔട്ടോ ആക്കി ചെയ്യുവാണെങ്കിലും വലിയ പൈസ ഒന്നും ആവില്ല. വീടിൻ്റെ വാസ്തുസംബന്ധമായിട്ടുള്ള കുറേ തകരാറ് മാറിക്കിട്ടും. മറ്റ് ദോഷങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് കാണുന്നില്ല. പിന്നെ ഇദ്ദേഹത്തെ ജാതകം എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഇപ്പം സത്യം പറഞ്ഞാൽ രാഹുദശ തീരുന്ന സമയമാണ്. അപ്പോൾ രാഹുദശ തീരുന്ന സമയത്ത് കുറച്ച് നാളത്തേക്ക് 1 വർഷത്തോളം ദശാസന്ധിയൊക്കെ വരുന്നുണ്ട്. അപ്പം വീട് പണിയാനായിട്ട് വലിയൊരു അമിതമായിട്ടുള്ള ലോണിലോട്ടൊന്നും പോകണ്ട. പറഞ്ഞെങ്കിൽ വ്യാഴദശ തുടങ്ങിയാൽ അതൊക്കെ അനുഭവത്തിലൊക്കെ വരണമെങ്കിൽ ഒരു 2 വർഷം കൂടെ ഒക്കെ കഴിയും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വലിയൊരു ലോണിലും കാര്യങ്ങളൊന്നും പോകണ്ട. രാഹുദശ തീരുന്ന സമയമാണ്. സർപ്പപ്രീതി വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം വീട് പണിയാനുള്ള പൈസ ഉണ്ടെങ്കിൽ വീട് പണി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. അതുപോലെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ നവഗ്രഹ പൂജയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. മറ്റ് ദോഷങ്ങളായിട്ടൊന്നും കാണുന്നില്ല. ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകും.